ഓക്കെ, സോ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിക്കലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും തുടങ്ങാം. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ബേസിക് ടേംസ് ആൻഡ് യൂണിറ്റ്സ്, അതായത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടേമുകൾ ഇതൊക്കെയാണ്. ലൈക്ക് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റി തുടങ്ങിയ ടേമുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഓംസ് ലോ, അത് കഴിഞ്ഞ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, ആൻഡ് പവർ ആൻഡ് എനർജി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ എക്സാമുകൾക്കും, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായിട്ട് വരുന്ന മിക്കവാറും എല്ലാ എക്സാമുകൾക്കകത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഫണ്ടമെന്റൽ ക്ലാസ് ആണ്, അതുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന പോർഷൻസ് പഠിക്കാനായിട്ട് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നിങ്ങളോട് ഒരു സജഷൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഒരു ഷീറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെക്കണം. ഇത് വെച്ചുകൊണ്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയതല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അന്നേരം എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പറയും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ പറയും, അത് നിങ്ങളെ നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു ഷീറ്റ് പേപ്പറും ഒരു പേനയും എടുത്ത് വെച്ചോണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബേസിക് ടേംസിലേക്ക് തന്നെ പോകാം. വട്ട് ഈസ് വോൾട്ടേജ്? നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. വോൾട്ടേജ്, കറണ്ട് തുടങ്ങിയ ടേമുകളെല്ലാം ഇലക്ട്രിക്കലുകാരാണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് കറണ്ട്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ചാർജസ്. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഡെഫിനേഷൻ ആണ് ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ചാർജസ്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പഠിക്കുക. ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ശരിയായ ഒരു ഡെഫിനേഷൻ തന്നെയാണ്, പക്ഷെ അതൊരു കണ്ടീഷണൽ ഡെഫിനേഷൻ ആണ്. അതിന് കാരണം മനസ്സിലാക്കാൻ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഡി സി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡി സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡി സി സർക്യൂട്ടിന്റെ അകത്ത് ഡി സി സോഴ്സ് എന്ന് പറയുന്ന ഒരു ബാറ്ററി, ഓക്കെ, ലൈക്ക് ഒരു ബാറ്ററി, ഇതിന്റെ അകത്ത് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഒഴുകും, റൈറ്റ്? അപ്പൊ ഇതിന്റെ അകത്ത് ഇലക്ട്രോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോൺ എപ്പോഴും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഈ ഡയറക്ഷനിൽ ഇലക്ട്രോൺ ഒഴുകും, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് എന്ന് പറയുന്നത് ഒഴുകുന്നത്. ഓക്കെ, നമ്മൾ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. നമ്മളെപ്പോഴും നെഗറ്റീവിനെ ഡെഫിഷ്യൻസി എന്നാണ്, എന്തിന്റെയോ കുറവിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരിടത്തേക്ക് ഇലക്ട്രോൺ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡെഫിഷ്യൻസി കൂടി കൂടി വരികയാണ്. ഓക്കെ, ലൈക്ക് അപ്പൊ അവിടുന്ന് എന്തോ റിമൂവ് ചെയ്യപ്പെടുന്നു, അതിനെയാണ് നമ്മൾ കറണ്ട് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ കറണ്ടിലെ കൺവെൻഷണൽ കറണ്ട് ഇലക്ട്രോൺ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, കൺവെൻഷണൽ കറണ്ട് ഫ്ലോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് ഇലക്ട്രോണുകൾ മൂവ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്ത്, അതായത് റിപ്പൽ ചെയ്ത് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഇതിന്റെ അകത്ത് ഇലക്ട്രോണിനെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒരേ ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ കേസ് ഓഫ് ഡി സി. ഇത് നമുക്ക് എ സിയുടെ കേസിലേക്ക് വരാം. എ സിയുടെ കേസിലേക്ക് വരാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് സിമ്പിൾ പെൻഡുലം, റൈറ്റ്? ഇങ്ങനെ ഒരു പെൻഡുലം ഇട്ടിട്ട് ഇങ്ങനെ ഓസിലേഷൻസ്, അതായത് ആട്ടി വിടുക, അതായത് ഒരു ബോൾ ചുമ്മാ ഒരു വെള്ളിയിൽ കെട്ടി തൂക്കിയിട്ടിട്ട് നമ്മൾ ആട്ടുക. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിങ്ങനെ മൂവ് ചെയ്ത് ഈ പാർട്ടിലെത്തുമ്പോൾ ഇതൊരു കയറ്റം കയറുകയാണല്ലേ, അതായത് ഇങ്ങനെ മുകളിലേക്ക് കയറി ഇവിടെ വരുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആവും. 0 ആയിട്ട് താഴോട്ട് വരുന്നു. അപ്പൊ എന്താണ്, ഇറങ്ങി വരികയാണ്. ഇവിടെ വരുമ്പോൾ മാക്സിമം വെലോസിറ്റി എത്തും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് അടുത്ത കയറ്റം കയറും. ഓക്കെ, ഇവിടെ വരുമ്പോൾ വെലോസിറ്റി 0 ആവും. ഓക്കെ, സോ നമ്മുടെ വെലോസിറ്റി രണ്ടിടത്തും, ഇവിടെയും ഇങ്ങേ അറ്റത്തും വെലോസിറ്റി 0 ആണ്, ഇവിടെ മാക്സിമം വെലോസിറ്റി ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടും. ഇനി ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ആദ്യം ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. ഇത് മാക്സിമത്തിലെത്തി, ഇവിടെ വരുമ്പോൾ 0 എത്തി, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം എത്തി, 0 എത്തി, ദെൻ അഗെയിൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു, മാക്സിമം 0. അപ്പൊ ഇതിന്റെ വെലോസിറ്റി ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ സൈൻ വേവ്, റൈറ്റ്? കാരണം എന്താ, നമുക്ക് ആദ്യം 0 വെലോസിറ്റിയിൽ നിന്ന് മാക്സിമത്തിലെത്തി, ദെൻ 0, ദെൻ മാക്സിമം. നമുക്ക് കിട്ടുന്ന ഒരു വെലോസിറ്റി ആണ്, സോറി, ഒരു സൈൻ വേവ് ആണ് വെലോസിറ്റി ഗ്രാഫ് വരയ്ക്കാൻ. ദാറ്റ് മീൻസ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് നമ്മൾ ഈ മോഷനെ വിളിക്കുന്നത്, അല്ലെ? അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൈൻ വേവ് ആണ്.
അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതേസമയം നമ്മളുടെ കേസിൽ നോക്കിയാൽ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് സൈൻ വേവ് ആണ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തും SHM ആരെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? അവിടെ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് ഇലക്ട്രോൺ. അതായത് AC-യുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക അല്ല, അത് വൈബ്രേറ്റ് ചെയ്യുകയാണ്. വളരെ വളരെ ചെറിയ ഒരു ലീനിയർ മൂവ്മെന്റ് അതിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും കൊണ്ടാണ്. അത് നമുക്ക് ഡീപ്പായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു ഇലക്ട്രോണ് ഇവിടെ ഇരുന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ടൊന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ആദ്യം ഇരിക്കുന്നു, എന്നിട്ട് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് വൈബ്രേഷൻ. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് ഓൺലി മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇറ്റ് മേ ബി ഫ്ലോ ഓർ വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഫ്ലോ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്യുവർ DC-യുടെ കേസിലാണ്. AC-യിലേക്ക് വരുമ്പോൾ ഇറ്റ് മേ ബി ഫ്ലോ ഓർ വൈബ്രേഷൻ. വളരെ ചെറിയ ഒരു ഇന്റർവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൈബ്രേഷന്റെ ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് മാത്രമായി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ ഫ്ലോ എന്ന് വിളിക്കാം. ഓക്കെ, അതേസമയം ഒരു ടൈം പീരീഡ് മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വൈബ്രേഷൻ എന്ന്. ഓക്കെ, സോ നമുക്കറിയാം അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ആംപിയർ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 1 വോൾട്ട് ഒരു കണ്ടക്ടറിനെ ക്രോസ്, 1 ഓം റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് 1 വോൾട്ട് അപ്ലൈ ചെയ്താൽ എത്രത്തോളം കറണ്ട് ഒഴുകുമോ അതിനെയാണ് നമ്മൾ ആംപിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡെഫിനിഷൻസ് പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കറിയാം കറണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. കറണ്ടിനെ നമുക്ക് ഓംസ് ലോ വെച്ചിട്ടാണെങ്കിൽ V=IR എന്ന് പറയുന്ന ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് I=V/R എന്ന് നമുക്ക് എഴുതാൻ പറ്റും. I=V/R ഇതെന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ്, കറണ്ടിന്റെ റിലേഷൻ ആണ്. ഇത് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. നമുക്ക് ഇത് വെച്ച് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ഫ്ലോ ഓഫ് ഇലക്ട്രോ ചാർജസ് ഓർ മൂവ്മെന്റ് ഓഫ് ചാർജസ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കിക്കോ, നമുക്ക് ഇതിൽ നിന്ന് കറണ്ടിന് ഒരു ഡെഫിനിഷൻ കൂടെ എഴുതാം. നോക്കിയ I= ഞാൻ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഓർ ഫ്ലോ ഓഫ് ചാർജസ് അല്ലെ? അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ dQ/dt എന്ന് വിളിക്കാം. dQ/dt. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dQ എന്ന് പറഞ്ഞാൽ Q എന്ന് പറഞ്ഞാൽ ചാർജ്. ഓക്കെ, സോ എത്ര എമൗണ്ട് ഓഫ് ചാർജ് പോയോ, അതായത് ഒരു ക്രോസ് സെക്ഷനിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുക്കുന്നു. കണ്ടക്ടർ നമുക്കറിയാം, തൽക്കാലം ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് കണ്ടക്ടർ ആണ് അസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മുടെ നോർമൽ വയറിന്റെ ഒരെൻഡ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ആണ്, ഇതിങ്ങനെ നീളത്തിലാണെങ്കിൽ. ഓക്കെ, ഈ സർക്കുലർ പാത്തിൽ കൂടെ എത്ര ഇലക്ട്രോൺസ് ഒരു യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്തു പോകുന്നു അതിന് ഈക്വൽ ആയിരിക്കും കറണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ പറയുന്നത് dQ/dt. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഓക്കെ, അതിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് കറണ്ടിന്റെ ഒരു പുതിയൊരു ഡെഫിനിഷൻ കിട്ടി അല്ലെ? ഒന്നാലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് പുതിയൊരു ഡെഫിനിഷൻ ആണ് അല്ലെ? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലോ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. മനസ്സിലായി? ഓക്കെ, ഇനി ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൂളം. ചാർജിന്റെ യൂണിറ്റ് കൂളം. ഓക്കെ, ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ നമുക്ക് വേണമെങ്കിൽ കറണ്ടിനെ കൂളം പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, കറണ്ട് = കൂളം പെർ സെക്കൻഡ്. എവിടുന്ന വന്നതെന്ന് മനസ്സിലായല്ലോ? dQ/dt. dQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. dt എന്ന് പറയുന്നത് ടൈം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ കറണ്ട് = dQ/dt. അപ്പൊ നമുക്ക് യൂണിറ്റ് പറയാം കൂളം പെർ സെക്കൻഡ്. അപ്പൊ നമുക്കിപ്പോ 2 യൂണിറ്റ് വന്ന് കറണ്ടിന്റെ അല്ലെ? ഒന്നാമത്തെ യൂണിറ്റ് ആംപിയർ, അത് നമുക്ക് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. രണ്ടാമത്തെ പുതിയൊരു യൂണിറ്റ് വന്നു കൂളം പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ 2 യൂണിറ്റുകൾ എപ്പോ വന്നാലും അവിടെ അടുത്ത പ്രശ്നം ഉണ്ടായി. അതായത് ഈ ഒരു യൂണിറ്റിനെ മറ്റേ യൂണിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്ന പുതിയൊരാൾ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കൺവേർഷൻ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂളം പെർ സെക്കൻഡ് = ആംപിയർ. സോ നമുക്ക് ഇതിന്റെ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്ന 1 ആംപിയർ =
1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളം പെർ സെക്കൻഡ്. നമുക്ക് കൺവേർഷന് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളം പെർ സെക്കൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്തോളുക. 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളം പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് പുതിയൊരു യൂണിറ്റ് കിട്ടി, കൂളം പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കി, നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് വേറൊരു റിലേഷനിലേക്ക് എടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ, കൂളം പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. അപ്പൊ ഇതിനെ ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയേ. ആംപിയർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആംപിയർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് എന്തിന്റെ ആയിരിക്കും? ആംപിയർ എന്തിന്റെയാ? കറണ്ടിന്റെ യൂണിറ്റ്. സെക്കൻഡ് എന്തിന്റെയാ? ടൈമിന്റെ യൂണിറ്റ്, റൈറ്റ്? അപ്പൊ കറണ്ട് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി കിട്ടുന്ന എന്തായിരിക്കും? ചാർജ് ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് പുതിയ ചാർജിന്റെ യൂണിറ്റ് കിട്ടി. എന്താണ്? ആംപിയർ സെക്കൻഡ്. ആംപിയർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജിന്റെ യൂണിറ്റ് കിട്ടി. അപ്പൊ ആ ഒരു ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പൊ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഫ്ലോ ഓഫ് ചാർജസ് ആണ് കറണ്ട് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ചാർജസ് ആകാം എ സിയുടെ കേസിൽ കറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത പറഞ്ഞത് ആംപിയർ ആണ് ഇതിന്റെ യൂണിറ്റ്. അതേപോലെ തന്നെ ആംപിയറിന് ഇക്വലന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് കൂളം പെർ സെക്കൻഡ്. ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പുതിയൊരാളെ കിട്ടി, ചാർജിന് പുതിയൊരു യൂണിറ്റ് കിട്ടി, ആംപിയർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യനോളം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളുക. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്, എഴുതുന്നതിൻ്റെ ഡൗട്ട് വരികയാണെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇത് മുന്നോട്ട് പോവാം. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം അമ്മീറ്റർ. അമ്മീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. അമ്മീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ കറണ്ടിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലുള്ള അമ്മീറ്ററുകളൊക്കെ ഉണ്ട്, രണ്ടല്ല പല രീതിയിലുള്ള അമ്മീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് മെഷർമെന്റ് കൂടുതൽ പഠിക്കും, എങ്കിലും എളുപ്പം എന്ന് പറഞ്ഞേക്കാൻ ഡി സി കറണ്ട് ആണ് അളക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂവിങ് അയൺ മീറ്റേഴ്സ് ആയിരിക്കും, മൂവിങ് കോയിൽ മീറ്റേഴ്സ് ആണ്, സോറി, മൂവിങ് കോയിൽ മീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഡി സി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എ സി അളക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂവിങ് അയൺ മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, മൂവിങ് അയൺ മീറ്റർ ആക്ച്വലി എ സിയും ഡി സിയും അളക്കാൻ പറ്റും. ചെറിയ കാലിബ്രേഷൻ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരുമെന്നേ ഉള്ളൂ, എങ്കിൽ എ സിയും ഡി സിയും അളക്കാൻ പറ്റും. മൂവിങ് അയൺ മീറ്റേഴ്സിൽ മൂവിങ് കോയിൽ മീറ്റർ ആണ് എങ്കിൽ ഡി സി മാത്രമേ അളക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഡി സി മൂവിങ് കോയിൽ അമ്മീറ്റർ വെച്ചിട്ട് നമ്മൾ അളക്കുന്ന എന്തായിരിക്കും? ഡി സി കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എ സി കറണ്ട് ഒരിക്കലും മൂവിങ് കോയിൽ മീറ്റർ വെച്ച് അളക്കാൻ സാധിക്കില്ല. നോട്ട് ചെയ്തോളുക. അറിയാത്ത കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ എം എഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്തത് അതിന് കാരണക്കാരനായ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നവരാണ് വോൾട്ടേജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് കറണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെറുതെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യില്ലല്ലോ, നമ്മൾ അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്താലേ മൂവ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഈ ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ്. അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, വോൾട്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി വോൾട്ട്മീറ്റർ ആണ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇതേപോലെ തന്നെ മൂവിങ് കോയിലും മൂവിങ് അയണും ഉണ്ട്. മൂവിങ് കോയിൽ ഡി സിയിലും മൂവിങ് അയൺ എ സിയിലുമാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, നെക്സ്റ്റ് കറണ്ടിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു അല്ലെങ്കിൽ 1.602 ഫുൾ എഴുതാം. 1.6 വെച്ചിട്ട് ആണ് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. കുറച്ചും കൂടെ ആക്യുറേറ്റ് എഴുതുക. 1.602 ഇൻറ്റു 10 to the power -19 കൂളം. ഓക്കെ, ഇത്രയും കൂളമ്പാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, ഇത്രയും കൂളമ്പ് ചാർജ് ഉണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് സൈൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വർഷത്തെ ക്വസ്റ്റ്യനിൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ 1.6 ഇൻറ്റു 10⁻⁹. അതിന്റെ അകത്തെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു -1.6 ഇൻറ്റു 10⁻⁹ കൂളം. നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോഴേ 1.6 ഇൻറ്റു 10⁻⁹ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതേ ആൻസർ.
നമ്മൾ എന്ത് ചെയ്യും? അന്നേരം തന്നെ ചാടിക്കറി കളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നൊന്ന് നോക്കുമ്പോഴാണ് മൂന്നാമത് -1.6 എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത് കാണുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രോണിന് ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് -1.6 × 10⁻⁹ ആണ്. ഓക്കെ, ആരാ മൈക്ക് ഓൺ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണോ? ഓക്കെ, സോ നമ്മള് ചാർജ് ഓഫ് an ഇലക്ട്രോൺ എന്ന് പറയും. ഹലോ, പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. എന്തെങ്കിലും പറഞ്ഞതാണോ? ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് പറഞ്ഞു ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അപ്പം നമുക്ക് നോക്കാൻ പോകുന്ന അടുത്തത് 1 കൂളം. 1 കൂളംബിൽ എത്ര ചാർജ്, എത്ര ഇലക്ട്രോണുകളുണ്ട്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് 1 കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഇസ് ഈക്വൽ ടു 628 into 10⁻16. ഓക്കെ, 10⁻16 ഓർത്ത് വെച്ചേക്കുക. 10⁻16 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഒരു കൂളംബിന്റെ അകത്തുള്ളത്. ഓക്കെ, 628 into 10⁻16 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ. 628 into 10⁻16 ഇലക്ട്രോൺസ് ആണ് ഒരു കൂളംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 628 into 10⁻16 ഇലക്ട്രോൺ. ഇനി ചില ടെക്സ്റ്റുകളിൽ നമുക്ക് കാണാം, അതായത് ചില എക്സാംസിന് ചോദിക്കുന്നത് 625 into 10⁻16 എന്ന് ഞാൻ ക്വസ്റ്റ്യനുകളിൽ ആൻസർ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വൽ വാല്യൂ 628 into 10⁻16 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ 628 into 10⁻16 ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഇതിന്റെ അകത്തുനിന്ന് തന്നെ പറയാം. കാരണം എന്താ, നമ്മളിപ്പോ പറഞ്ഞു 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളം പെർ സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നാച്ചുറലി ഒരു കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 628 into 10⁻16 ഇലക്ട്രോൺ അല്ലേ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷൻ, ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷനിലൂടെ 628 into 10⁻16 ഇലക്ട്രോൺസ് ഒഴുകിപ്പോയാൽ നമുക്കതിനെ എന്ത് പറയാം, 1 ആംപിയർ എന്ന് പറയാം അല്ലെ. ഒരു സെക്കൻഡിൽ 628 into 10⁻16 ഇലക്ട്രോൺ ആണ് ഒഴുകി പോകുന്നത് എങ്കിൽ നമുക്ക് പറയാം അതൊരു 1 ആംപിയർ ആണെന്ന് അല്ലെ. 1 കൂളം പെർ സെക്കൻഡ് ആണ് 1 ആംപിയർ. അപ്പൊ 1 കൂളംബിന് വരെ 628 into 16 ഇലക്ട്രോൺ, 10⁻16 ഇലക്ട്രോൺ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്ക് കിട്ടും 628 into 10⁻16 ഇലക്ട്രോൺസ് ഒരു ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്തു പോയാൽ നമുക്ക് പറയാം അതുവഴി 1 ആംപിയർ കറണ്ട് ഒഴുകി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് ആംപിയർ എന്ന് മീൻസ് ബേസിക് ആയിട്ടുള്ള കറണ്ട് വോൾട്ടേജിന്റെ ബേസിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു പോകാം. നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചോദിച്ചോണം. ഓക്കെ, അല്ല ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫ്ലോ പോകുമെന്നൊന്നും കരുതണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അന്നേരം ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ ക്വസ്റ്റ്യൻ ഡൗട്ട് ചെറുതാണോ വലുതാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ചെറുത് എന്ന് കരുതുന്ന ഡൗട്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഉണ്ടാവും. എല്ലാവരും ഇത് ചോദിച്ചാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ സാർ എന്ത് കരുതും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. കാരണം ഇതെല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. നമ്മൾ ക്ലിയർ ആയി പോകണം, ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, സോ ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് മില്ലി ആംപിയർ അല്ലെ, മില്ലി ആംപിയർ കേട്ടിട്ടുണ്ടല്ലോ. 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആംപിയർ ആണ്? 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആംപിയർ ആണ്? ഇറ്റ് ഈസ് 10⁻³ ആംപിയർ അല്ലെ. 10⁻³ ആംപിയർ ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെയാണ് 1 മൈക്രോ ആംപിയർ. 1 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻6 ആണ്. -6 ആംപിയർ. ഓക്കെ, സോ ഈ യൂണിറ്റ് കൺവേർഷന്റെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ളത് അറിയുക. അപ്പോൾ കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്.
മെഗാ എന്ന് പറഞ്ഞ 10⁻⁶ ആണ്. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞ 10⁻⁻⁶ ആണ്. ഓക്കെ, മില്ലി എന്ന് പറഞ്ഞ 10⁻⁻³ ആണ്. സെന്റി എന്ന് പറഞ്ഞ 10⁻⁻² ആണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ അത്ര കേട്ട് പരിചയമില്ലാത്ത ഒരു യൂണിറ്റിനെ പറ്റി പറയാൻ പോവാണ്. കറണ്ടിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്, മാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് കറണ്ട്. ഇങ്ങനൊരു കറണ്ട് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്. കറണ്ടിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് അബാംപിയർ, AB ആംപിയർ. ഓക്കെ, അബാംപിയർ ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്. ഓർത്തു വെച്ചേക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അബാംപിയർ. ഓക്കെ, അബാംപിയർ എന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ നേരത്തെ കണ്ടീഷൻ, നമുക്ക് പുതിയൊരു യൂണിറ്റ് കിട്ടി. നമ്മുടെ കയ്യിൽ ഒരു യൂണിറ്റ് ഉണ്ട്, അതായത് നമ്മുടെ കയ്യിൽ നോർമലി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആംപിയർ, ഇവിടെ നമുക്ക് കിട്ടി അബാംപിയർ. അപ്പൊ നാച്ചുറലി ഇത് തമ്മിൽ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കൺവേർഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1/10 അബാംപിയർ. ഓക്കെ, അബാംപിയർ. ഓക്കെ, 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1/10 അബാംപിയർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺവേർഷൻ ആണ്. അതായത് 10 ആംപിയർ കറണ്ട് ഉണ്ടായെങ്കിൽ അത് വിച്ച് ഈസ് ഈക്വൽ ടു 1 അബാംപിയർ ആണ്. 10 ആംപിയർ ഈസ് ഈക്വൽ ടു 1 അബാംപിയർ, ഓർ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1/10 അബാംപിയർ. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെക്കുക. സോ ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു അബാംപിയർ, AB ആംപിയർ, അബാംപിയർ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തതിലേക്ക് കടക്കാൻ പോവാണ്. ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ദീസ് ആർ യൂണിറ്റ്സ്, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിസം നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് മാഗ്നറ്റുകളെ പറ്റിയും മാഗ്നറ്റിക് ഫീൽഡുകളെ പറ്റിയും പഠിക്കുന്ന ബ്രാഞ്ച് ആണ്. അതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ യൂണിറ്റ് ആണ് അബാംപിയർ. അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ചീപ്പ്, തലമുടി ചെയ്യുന്ന ചീപ്പ് തലമുടിയിൽ ഇങ്ങനെ ഉരസിയിട്ട് നമ്മൾ ചെറിയ ബിറ്റ്സ് ഓഫ് പേപ്പറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് വിളിച്ചു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് ഒഴുകാതെ നിൽക്കുന്ന ഇലക്ട്രിസിറ്റി എന്നതിനെ നമ്മൾ വിളിച്ചിരുന്നു. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിസം ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിസത്തില് നമ്മൾ കറണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിനെ പറ്റിയാണ് പറഞ്ഞത്, അബാംപിയർ. അതിന്റെ കൺവേർഷനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഏതാണെന്ന് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും, കറണ്ടിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ് സെറ്റാംപിയർ. സ്റ്റെറ്റാംപിയർ. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ് സ്റ്റെറ്റാംപിയർ. ഒന്നുമില്ല, സ്റ്റെറ്റ് എന്ന് പറയുന്ന ഒരു ടൈം ചേർത്തിട്ട് നോർമൽ ആംപിയർ തന്നെ. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ് സ്റ്റെറ്റാംപിയർ. അപ്പൊ അടുത്ത പ്രശ്നം വരുന്നു, എന്താണ് ഇതിന്റെ കൺവേർഷൻ എങ്ങനെ, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെറ്റാംപിയറിനെ ആംപിയർ ആക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത വിഷയം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, പാടൊന്നുമില്ല. 1 ആംപിയർ ഈസ് ഈക്വൽ ടു 3 into 10 to the power 9 സ്റ്റെറ്റാംപിയർ. Okay, 1 ആംപിയർ ഈസ് ഈക്വൽ ടു 3 into 10 to the power 9 സ്റ്റെറ്റാംപിയർ. ഇതാണ് അതിന്റെ കൺവേർഷൻ. അപ്പോൾ ഒരു ആംപിയർ കറണ്ടിനെ നമ്മുടെ അബാംപിയർ ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. അതായത് എത്ര ആംപിയർ ഉണ്ടോ അതിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ അത് അബാംപിയറിൽ കിട്ടും. എത്ര ആംപിയർ കറണ്ട് ആണോ കിട്ടുന്നത് അതിനെ 3 into 10⁻⁹ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആംപിയർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പുതിയ 2 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു. കറണ്ടിന് ഉപയോഗിക്കുന്ന പുതിയ 2 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ,
ഇനി കറണ്ട് പഠിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട അടുത്ത പോയിന്റ് ആണ് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. കുട്ടികൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ നോക്കും കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ, കറണ്ടിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അത് നമുക്കറിയാം. കാരണം 10 ആംപിയർ അല്ലെങ്കിൽ 20 ആംപിയർ എന്ന് നമ്മൾ പറയും. അപ്പൊ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. രണ്ടാമതായിട്ട് കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ പറയും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. നമ്മൾ പഠിച്ചേക്കുന്നത് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ടെങ്കിൽ നമ്മൾ പറയും അതൊരു വെക്ടർ ആണ് എന്ന് പറയും അല്ലെ. പക്ഷേ ഒരിക്കലും കറണ്ട് ഒരു വെക്ടർ അല്ല. അതിന് കാരണം മനസ്സിലാക്കുക. ഓക്കെ, അതിന് കാരണം ഡയറക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ആ ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ലൈക്ക് നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈൻ എടുത്താൽ ഇതുവഴി ഒരു കറണ്ട് വന്നു, ഈ കറണ്ട് വന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. ഓക്കെ, മൂന്നിടത്തേക്ക് തിരിഞ്ഞു പോകുന്നു. ഇതുവഴി ഒരു കറണ്ട് വന്നിട്ട് ഇതിങ്ങനെ മൂന്നിടത്തേക്ക് തിരിഞ്ഞു പോകുന്നു. ഓക്കെ, നമ്മള് ഈ കറണ്ട് ആക്ച്വലി ഇങ്ങോട്ട് നോക്കിക്കോ. ഈ കറണ്ട് ഇങ്ങോട്ട് പോയാലും, അതായത് ഇപ്പൊ നോക്കിക്കോ, ഒരു കറണ്ട് വന്നിട്ട് 3 ഡയറക്ഷനിലേക്ക് പോയി അല്ലെ. ഈ ഡയറക്ഷൻ എങ്ങോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന് ഒരു വേരിയേഷനും വരില്ല. കാരണം ഇതുവഴി ഇപ്പൊ പറയുന്നത് ഇതുവഴി 10 ആംപിയർ ആണ് വരുന്നത്, ഇത് 5 ആംപിയർ, ഇത് ഒരു 3 ആംപിയർ, ഇതൊരു 2 ആംപിയർ ആണെന്ന് കരുതിക്കോ. കാരണം ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഇൻകമിങ് കറണ്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ പോയേക്കുന്ന കറണ്ട് ചിലപ്പോൾ ഇതുവഴി ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടാവാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന് ഡയറക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇടത് വലത് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് തുടങ്ങിയ ഡയറക്ഷൻ ഒന്നും അല്ല ഇതിൽ ബാധകമായിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ കറണ്ട് ഇപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു ജംഗ്ഷൻ ഇപ്പൊ നമ്മുടെ KCBയിൽ നിന്ന് വരുന്ന ലൈന് ഇപ്പൊ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് കിഴക്കോട്ട് 5 ആംപിയർ കറണ്ട് പോയി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ചിലപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കിഴക്ക് ഡയറക്ഷനിലേക്കാണെങ്കിലും അത് പിന്നെ തിരിയാം. അപ്പൊ അതിനൊരു പെർഫെക്റ്റ് ഡയറക്ഷൻ ഒന്നും ഇല്ല. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ദിക്കുകൾക്ക് അനുസൃതമായോ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷൻ സ്പേസിൽ പറയാൻ പറ്റുന്ന ഒരു ഡയറക്ഷൻ നമുക്കില്ല. അതേസമയം ഞാൻ നടക്കുകയാണ്, ഡിസ്പ്ലേസ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് പറയാം ഇടത്തോട്ട് 3 മീറ്റർ അല്ലെങ്കിൽ വലത്തോട്ട് 3 മീറ്റർ, അതുപോലെ അല്ലെങ്കിൽ കിഴക്കോട്ട് 2 മീറ്റർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കറണ്ടിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ ഇടത്തേക്ക് 4 ആംപിയർ കറണ്ട് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ഞാൻ ഈ ഇടത്തേക്ക് 4 ആംപിയർ കറണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലൂപ്പ് കറങ്ങി വരുമ്പോൾ അത് എന്റെ വലത്തെ സൈഡിൽ വരും. ഓക്കെ, അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കിഴക്കോട്ട് 3 മീറ്റർ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഴക്ക് വശത്തോട്ട് തന്നെ പോയത്, അതൊരിക്കലും പടിഞ്ഞാറേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഓക്കെ, അതായത് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അത് കണ്ടീഷണൽ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഒബേ ചെയ്യില്ല, സജസ്റ്റ് അല്ല ഒബേ ചെയ്യില്ല. അതായത് ലൈക്ക് നമ്മള് വെക്ടറിന്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് 2 വെക്ടറുകൾ ഉണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ഒരു വെക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ റിസൾട്ടന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷെ ഒരിക്കലും കറണ്ടിനെ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം എന്താ, ഇത് 5 ആംപിയർ, ഇത് 3 ആംപിയർ, ഇത് 2 ആംപിയർ, ഇത് 3 കൂടെ അങ്ങ് ജസ്റ്റ് കൂട്ടിയാൽ മതി. അല്ലാതെ ഈ വെക്ടർ അഡീഷൻ ലോസ് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് വെക്ടർ അഡീഷനോ അല്ലെങ്കിൽ ലോ ഓഫ് വെക്ടേഴ്സ് ഒബേ ചെയ്യാത്തതിനാലാണ് കറണ്ടിനെ നമ്മൾ സ്കെയിലാർ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ശരി, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.